തിരുവനന്തപുരത്തിന് അതിനെ ഒരു നോളജ് സെൻറ്ററാക്കുന്നതിൽ ഈ മുറജപ ചടങ്ങുകൾക്ക് വളരെ പ്രധാനപ്പെട്ട പങ്ക് ഉണ്ടായിരുന്നു. എന്ന് മാത്രമല്ല ഇവിടെ ഒരു നല്ല പാലസ് ലൈബ്രറി ഉണ്ടാക്കുന്നതിൽ ഉള്ള ഒരു ശ്രമം മാർത്താണ്ഡവർമ്മയുടെ പിൻഗാമിയായ കാർത്തിക തിരുനാൾ ആരംഭിച്ചു. തെക്കൻകൂറ്, വടക്കൻകൂറ്, കായംകുളം അല്ലെങ്കിൽ ചെമ്പകശ്ശേരി തുടങ്ങിയ അയൽ രാജ്യങ്ങളെല്ലാം ഒന്നൊന്നായി കീഴടക്കി, യുദ്ധത്തിൽ പരാജയപ്പെടുത്തി കീഴടക്കുകയാണ് മാർത്താണ്ഡവർമ്മ ചെയ്തത്. അവിടുന്നൊക്കെയുള്ള വിപുലമായ സമ്പത്ത് കൊള്ളയടിക്കുകയും അതിനെ തിരുവനന്തപുരത്തേക്ക് കൊണ്ടുവരികയും അത് തിരുവനന്തപുരത്തെ പത്മനാഭസ്വാമി ക്ഷേത്രത്തിലെ നിലവറകളിൽ സൂക്ഷിക്കുകയും ഒക്കെ ചെയ്തിരുന്നു. അതിനൊക്കെ പ്രധാനമായിട്ട്, അതിനെല്ലാം ഉപരിയായിട്ട് അവിടെയൊക്കെ താളിയോലകളിൽ എഴുതി വച്ചിരിക്കുന്ന ഗ്രന്ഥങ്ങൾ അദ്ദേഹം കേടുകൂടാതെ ഇവിടെ കൊണ്ടുവരികയും അവയെ സൂക്ഷിക്കാനായിട്ട് ഒരു പാലസ് ലൈബ്രറി നിർമ്മിക്കുകയും ചെയ്തു. ഇതാണ് മാർത്താണ്ഡവർമ്മയുടെ ഭാഗിനേയനായ കാർത്തിക തിരുനാൾ രാമവർമ്മയുടെ ഏറ്റവും പ്രധാനപ്പെട്ട സംഭാവന. ഒരു കാര്യം ഓർക്കണം, ഈ മാർത്താണ്ഡവർമ്മ ഭരിക്കുമ്പോഴും കാർത്തിക തിരുനാൾ രാമവർമ്മ ഭരിക്കുമ്പോഴും അല്ലെങ്കിൽ ഭരണം തുടങ്ങുമ്പോഴും തിരുവിതാംകൂറിൻ്റെ തലസ്ഥാനം എന്ന് പറയുന്നത് തിരുവനന്തപുരം ആയിരുന്നില്ല. തിരുവിതാംകൂറിൻ്റെ തലസ്ഥാനം എന്ന് പറയുന്നത് പത്മനാഭപുരമായിരുന്നു. കൽക്കുളം എന്നാണ് അതിൻ്റെ യഥാർത്ഥ നാമം. ആ കൽക്കുളത്ത് ഒരു കൊട്ടാരം കെട്ടി, കോട്ട കെട്ടി, ആ കോട്ട കെട്ടിയിട്ട് ആ കൊട്ടാരത്തിൻ്റെ താക്കോല് പത്മനാഭസ്വാമിക്ക്, തിരുവനന്തപുരത്തെ പത്മനാഭസ്വാമിക്ക് ഏൽപ്പിക്കുകയാണ്. കാരണം 1750 മാർത്താണ്ഡവർമ്മ രാജ്യം തന്നെ തൃപ്പടി ദാനമായിട്ട് ശ്രീപത്മനാഭന് സമർപ്പിക്കുകയുണ്ടായി. ഫലത്തിൽ ശ്രീപത്മനാഭൻ എന്ന് പറയുന്നത് ഒരു ഭരണഘടനയായിരുന്നു. ഒരു അതായത് എല്ലാം കാണുന്ന, എല്ലാം അറിയുന്ന, എന്നാൽ ഒന്നും നേരിട്ട് സംസാരിക്കാത്ത ഒരു സുപ്രീം അതോറിറ്റി ആയിട്ടാണ് ഈ പത്മനാഭ സ്വാമിയെ കാണുന്നത്. എങ്കിലും തലസ്ഥാനം തിരുവനന്തപുരത്തേക്ക് മാറ്റാൻ മാർത്താണ്ഡവർമ്മ കൂട്ടാക്കുന്നില്ല. തലസ്ഥാനം തിരുവനന്തപുരത്തേക്ക് മാറ്റിയത് കാർത്തിക തിരുനാൾ രാമവർമ്മയാണ്. അപ്പോഴേക്കും ഒരു 1785 ആകുമ്പോൾ തന്നെ തലസ്ഥാനം മാറ്റുന്നതിനെക്കുറിച്ച് അദ്ദേഹം ആലോചിക്കുന്നുണ്ട്. കാരണം അതിനിടയ്ക്ക് അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ അദ്ദേഹത്തിന് 3 ശക്തികളുമായി യുദ്ധം ചെയ്യേണ്ടതായിട്ട് വന്നു. അദ്ദേഹം ഞാൻ പറയുന്നത് കാർത്തിക തിരുനാൾ രാമവർമ്മയ്ക്ക് 1758 മുതൽ 1798 വരെയുള്ള കാലമാണ് അദ്ദേഹം തിരുവിതാംകൂർ ഭരിച്ചത്. അദ്ദേഹത്തിന് ആദ്യം യുദ്ധം ചെയ്യേണ്ടി വന്നത് കർണാട്ടിക് നവാബ് എന്ന് പറയുന്ന, അല്ലെങ്കിൽ ആർക്കോട്ട് നവാബുമായിട്ട് സൈന്യവുമായിട്ട് ആയിരുന്നു. ആ യുദ്ധത്തിൽ അദ്ദേഹത്തിന് വിജയമുണ്ടായില്ല. അദ്ദേഹം പരാജയപ്പെട്ടുവെങ്കിലും അത് ഒരു മധ്യസ്ഥ സംഭാഷണങ്ങളിൽ കൂടി അത് അവസാനിപ്പിക്കുകയും ആർക്കോട്ട് നവാബിൻ്റെ ഒരു സാമന്തനാണ് താൻ എന്ന് അദ്ദേഹം സമ്മതിക്കുകയും ചെയ്തു. അന്ന് മാത്രമല്ല, ഈ സഹ്യപർവ്വതത്തിൻ്റെ കിഴക്കുള്ള തിരുവിതാംകൂറിൻ്റെ പ്രദേശങ്ങളെല്ലാം തന്നെ ആർക്കോട്ട് നവാബിനെ വിട്ടുകൊടുത്തു. ബ്രിട്ടീഷുകാരാണ് അന്ന് മധ്യസ്ഥത വഹിച്ചത്. അപ്പോൾ ബ്രിട്ടീഷുകാരും പറഞ്ഞു, നിങ്ങൾ സഹ്യപർവ്വതത്തിന് കിഴക്കുള്ള പ്രദേശങ്ങളൊന്നും നിങ്ങൾ കൈവശം വെക്കേണ്ട. അങ്ങനെ ആ സഹ്യപർവ്വതത്തിന് കിഴക്കുള്ള പ്രദേശങ്ങൾ എല്ലാം അദ്ദേഹം ആർക്കാട്ട് നവാബിനെ വിട്ടുകൊടുത്തു. അതുകൂടാതെ ആർക്കാട്ട് നവാബ് ഒരു പ്രത്യുപകാരമായിട്ട് കന്യാകുമാരി അന്ന് നവാബിൻ്റെ കൈവശമായിരുന്നു. ആ കന്യാകുമാരി പ്രദേശം, കന്യാകുമാരി ജില്ലയല്ല, കന്യാകുമാരി പ്രദേശം, അത് ധർമ്മരാജാവിന് തിരിച്ചു കൊടുത്തു. അങ്ങനെ ഒരു നഷ്ടക്കച്ചവടമായിരുന്നു തിരുവിതാംകൂറിനെ സംബന്ധിച്ച്. എങ്കിലും അതിന് നമ്മൾ വഴിപ്പെട്ടു. അദ്ദേഹം സാമന്തനെ സന്തോഷിപ്പിക്കാൻ വേണ്ടി കുറേ ടൈറ്റിൽസ് കൊടുത്തു. അതാണ് രാമരാജ ബഹദൂർ എന്നൊക്കെ പറയുന്ന ടൈറ്റിലൊക്കെ കൊടുത്തു. ഷംഷർ ജംഗ് എന്നൊക്കെ പറഞ്ഞ് അതെല്ലാം, ആ ടൈറ്റിലുകളെല്ലാം വളരെ വിനയപൂർവ്വം കാർത്തിക തിരുനാൾ രാമവർമ്മ പിന്നീട് സ്വീകരിക്കുകയും ചെയ്തു. കാർത്തിക തിരുനാൾ രാമവർമ്മ മറ്റൊരു യുദ്ധം നടത്തിയത് സാമൂതിരിയുടെ സൈന്യവുമായിട്ടാണ്. ആ യുദ്ധത്തിൽ കാർത്തിക തിരുനാൾ വിജയിച്ചു എന്ന് മാത്രമല്ല, സാമൂതിരിയുടെ സൈന്യത്തിനെ 2 സൈനിക ദളങ്ങൾ വഴിയാണ് ആക്രമിച്ചത്. വാസ്തവത്തിൽ തിരുവിതാംകൂറിനും സാമൂതിരിയുമായിട്ട് നേരിട്ട് കലഹങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല.
കൊച്ചിയെ നിരന്തരം സാമൂതിരി ശല്യപ്പെടുത്തിക്കൊണ്ടിരുന്നു. അപ്പോൾ കൊച്ചിയും തിരുവിതാംകൂറുമായിട്ട് ഒരു സഖ്യമുണ്ടായി. ആ സഖ്യത്തിൻ്റെ അനന്തരഫലമായിട്ട് കൊച്ചിയെ സംരക്ഷിക്കാൻ വേണ്ടിയിട്ടാണ് കാർത്തിക തിരുനാൾ സാമൂതിരിക്കെതിരായിട്ട് 2 സൈനിക ദളങ്ങളെ അയക്കുന്നത്. അതിലൊരു ദളത്തിൻ്റെ നേതൃത്വം അയ്യപ്പൻ മാർത്താണ്ഡപ്പിള്ള എന്ന പോരാളിക്കായിരുന്നു. മറ്റൊരു സൈനിക ദളത്തിൻ്റെ നേതൃത്വം എന്ന് പറയുന്നത് യൂസ്റ്റേഷ്യസ് ഡി ലെനോയി എന്ന് പറയുന്ന സൈനിക മേധാവിയുടെ നിയന്ത്രണത്തിലും ആയിരുന്നു. അവർക്ക് അനായാസമായിട്ട് സാമൂതിരിയുടെ സൈന്യത്തെ പരാജയപ്പെടുത്തുവാൻ സാധിച്ചു. കാർത്തിക തിരുനാൾ രാമവർമ്മയുടെ ജീവിതത്തിൽ നേരിട്ട ഏറ്റവും വലിയ പ്രതിസന്ധി എന്ന് പറയുന്നത് മൈസൂർ സുൽത്താനായ ടിപ്പു അദ്ദേഹത്തിൻ്റെ സൈന്യത്തെ തിരുവിതാംകൂറിൽ നടത്തിയ ആക്രമണമാണ്. ആദ്യം ഉണ്ടാകുന്നത് ആക്രമണ ഭീഷണിയാണ്. പിന്നീട് ആക്രമണം തന്നെ ഉണ്ടായി. ആ ആക്രമണത്തെ പ്രതിരോധിക്കുവാനായി വളരെ നേരത്തെ തന്നെ നമ്മൾ ഈ ചാലക്കുടി പ്രദേശങ്ങളിൽ കടൽ തൊട്ട് സമുദ്രം വരെ നീണ്ടു നിൽക്കുന്ന വലിയ ഒരു മൺകോട്ട കെട്ടിയിരുന്നു. അതിനാണ് നെടുങ്കോട്ട എന്ന് പറയുന്നത്. നമ്മളിപ്പോൾ ചൈനീസ് വാൾ എന്നൊക്കെ അത്ഭുതത്തോടെ പറയും. അതുപോലെ അത്ഭുതകരമായ ഒരു ജനങ്ങളെ അത്ഭുതപ്പെടുത്തിയ, അക്കാലത്തെ ജനങ്ങളെ അത്ഭുതപ്പെടുത്തിയ ഒരു കോട്ടയായിരുന്നു നെടുങ്കോട്ട. അതിലെ കോനൂർ കോട്ടവാതിൽ ടിപ്പു പൊളിക്കാനായിട്ട് ശ്രമിച്ചു. 1789 ടിപ്പു പരാജയപ്പെട്ടു. എന്നാൽ ടിപ്പുവിന് അടുത്ത വർഷം വീണ്ടും ഈ കോട്ട ആക്രമിക്കാൻ ടിപ്പുവും സൈന്യവും എത്തി 1790. ഇത്തവണ ടിപ്പു വിജയിച്ചു. തിരുവിതാംകൂർ സൈന്യം പിൻവാങ്ങി. ടിപ്പുവിൻ്റെ സൈന്യം കൊടുങ്ങല്ലൂർ കീഴടക്കി ആലുവ വരെ എത്തി. അപ്പോഴേക്കും പ്രതീക്ഷിക്കാത്ത പേമാരി ഉണ്ടായി. പെരിയാർ കരകവിഞ്ഞൊഴുകി. അങ്ങനെ ടിപ്പുവിൻ്റെ സൈന്യത്തിന് മടങ്ങേണ്ടതായിട്ട് വന്നു. അവരെ മടങ്ങുന്ന സൈന്യത്തെ, ശ്രീരംഗപട്ടണത്തിലേക്ക് മടങ്ങുന്ന ടിപ്പുവിൻ്റെ സൈന്യത്തെ ഓടിക്കുന്നതിൽ ഒരു സമരോത്സുകമായ വീര്യം തിരുവിതാംകൂർ സൈന്യം കാണിച്ചു. എന്ന് മാത്രമല്ല, ഈസ്റ്റ് ഇന്ത്യ കമ്പനിയും തിരുവിതാംകൂർ സൈന്യവും ചേർന്ന് ടിപ്പുവിൻ്റെ സൈന്യത്തെ ശ്രീരംഗപട്ടണത്ത് എത്തുന്നത് വരെ പിന്തുടരുകയുണ്ടായി. അതാണ് യഥാർത്ഥത്തിൽ നടന്ന മൈസൂറിനെതിരായിട്ടുള്ള യുദ്ധം എന്ന് പറയുന്നത്. ഇവിടെ കേശവദാസിൻ്റെ നേതൃത്വത്തിലായിരുന്നു, രാജാ കേശവദാസനായി പിൽക്കാലത്ത് അറിയപ്പെട്ട, വലിയ ദിവാൻജിയായി അറിയപ്പെട്ടിരുന്ന കേശവപിള്ളയുടെ നേതൃത്വത്തിലായിരുന്നു ആ സൈന്യത്തിൻ്റെ മുന്നേറ്റം. അതുപോലെ കാർത്തിക തിരുനാൾ രാമവർമ്മയുടെ കാലത്ത് 1785 മുതൽ തിരുവനന്തപുരം തലസ്ഥാനമാക്കാനായിട്ടുള്ള ശ്രമങ്ങൾ ആരംഭിച്ചു. 1795 ആകുമ്പോഴേക്കും പൂർണ്ണമായി ആ തലസ്ഥാന മാറ്റം നടന്നു കഴിഞ്ഞിരുന്നു. അതോടുകൂടിയാണ് ഔപചാരികമായി തിരുവനന്തപുരം തലസ്ഥാനമാകുന്നത്. പക്ഷെ നമ്മളൊന്ന് ഓർക്കണം, ഈ രാജാവ് എവിടെ താമസിക്കുന്നുവോ അവിടെ തലസ്ഥാനമാണ്. അല്ലാതെ ഇന്നത്തെ പോലെ ഒരു പെർമനൻറ്റ് ക്യാപിറ്റൽ എന്ന് പറയുന്ന ഒരു സങ്കല്പം അന്ന് ഉണ്ടായിരുന്നില്ല. അപ്പോൾ അതുകൊണ്ട് രാജാക്കന്മാരെപ്പോഴൊക്കെയാണോ തിരുവനന്തപുരത്ത് താമസിക്കുന്നത് അപ്പോഴൊക്കെ തിരുവനന്തപുരം തലസ്ഥാനമാണ്. പക്ഷേ 1795 മുതൽ തിരുവനന്തപുരം ഒരു പെർമനൻറ്റ് ക്യാപിറ്റൽ സിറ്റിയായിട്ട് മാറുകയാണ്. നിർഭാഗ്യകരമായ ഒരു വസ്തുത പറയട്ടെ, കാർത്തിക തിരുനാൾ രാമവർമ്മയുടെ ഒരു പ്രതിമ, പൂർണ്ണകായ പ്രതിമ, അതായത് തിരുവനന്തപുരം നഗരത്തിൻ്റെ ശില്പിയുടെ ഒരു പ്രതിമ തിരുവനന്തപുരത്തിന് ഇല്ല.